ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ബിരിയാണി കഥയാണ് കേട്ടോ പറയാനുള്ളത്. ഒരുപാട് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയൊക്കെ രുചിയുള്ള ഒരു ബിരിയാണി കഥ പറയാൻ വരട്ടെ. അതിന് മുമ്പ് നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്പൈസസ് ഒക്കെ ഞാൻ ആഡ് ചെയ്തു. ബേ ലീഫ് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തില്ല. ഗ്രാമ്പൂ, ഏലക്കായ, കുരുമുളക്, തക്കോലം, ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്കതിലേക്കിനി സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പണ്ട് സൗദിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ ഒരു വർഷത്തിൽ 2 മാസത്തോളമൊക്കെ വെക്കേഷൻ കാണും എല്ലാവർക്കും. അപ്പോൾ ആ വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മളുടെ കൂട്ടുകാർ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് മിക്കവാറും ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പം ആ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ വിഷമം മാറാനും നമ്മൾക്ക് വേണ്ടി ആരോ അവിടെയും വേറൊരു രാജ്യത്തും കാത്തിരിപ്പുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലും കൂടി ആയിട്ട് ഞങ്ങൾ ഈ ബിരിയാണിയൊക്കെ കഴിച്ച് സന്തോഷിച്ച് ബാക്ക് ടു നോർമൽ വർക്കിലോട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ സവോള വഴന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അതിലോട്ട് 2 ടീസ്പൂൺ ബിരിയാണി മസാല, ഇപ്പോൾ നിങ്ങളുടെ ബിരിയാണി മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അത്രേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാനൊരു 3/4 കിലോ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് അരിക്കാണിത്. 1/2 കിലോ ചിക്കൻ വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മളിതിനെ ഒന്ന് നന്നായിട്ട് ഒരു മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിയെടുക്കണേ. അത് നമ്മളിതിനെ അടച്ചു വെച്ചിട്ടൊരു ഏകദേശം ഒരു ഹാഫ് കുക്കാകുന്നവരെ ചിക്കൻ ഒരു 3-4 മിനിറ്റ് കൊണ്ട് അതൊരു ഹാഫ് കുക്കാവും. അതിനുശേഷം നമുക്ക് അതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മല്ലിയില മുറിച്ച് ഇട്ട് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് 1 സ്പൂൺ കട്ട തൈര്, ഒരു തവി കട്ട തൈരും ചേർത്ത് കൊടുക്കുക. കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചിട്ട്, വെള്ളം ചേർക്കണത് ഞാൻ അളന്നിട്ടല്ല ചേർക്കണത്. ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ അതിനൊരു നെകയ്ക്ക വെള്ളം കണ്ടോ, ഇപ്പോൾ ഈ അളവ് കണ്ടോ, അതുപോലെ ചേർക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഉപ്പ് ആ സമയത്ത് നമുക്കൊന്ന് നോക്കണം കേട്ടോ. ഉപ്പ് നോക്കുമ്പോഴത്തേക്കിനും കുറച്ച് മുന്നോട്ട് നിൽക്കണം ഉപ്പ്. കാരണം നമ്മൾ ഈ ചിക്കനിലും അരിയിലും കൂടെ പിടിച്ചു വരുമ്പോൾ എന്നാലേ ഉള്ളൂ നമ്മളുടെ ഉപ്പ് പാകത്തിനാവത്തുള്ളൂ കേട്ടോ. ഉപ്പ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് എത്ര ഉപ്പ് വേണോ അതിലും കുറച്ചൊരു പടിക്ക് മുമ്പോട്ട് നിൽക്കണ പോലെ നിൽക്കണം. അതിനുശേഷം എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു ഫുൾ ഫ്ലെയിമിലിട്ട് ഒരു സീറ്റി അടുപ്പിക്കുക. നമ്മളുടെ ബിരിയാണി റെഡി ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, അതിനകത്തുള്ള എയർ കളയരുത്. കുക്കറിലെ തന്നെ പോകണം കേട്ടോ. അതിനുശേഷം കുക്കർ ഓപ്പൺ ചെയ്യാവുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ നോക്കില്ലേ റെസിപ്പി, കണ്ടോ അരിയൊക്കെ എന്ത് നല്ല വളഞ്ഞു വന്നിട്ടുണ്ട്. അതാണല്ലോ നമ്മുടെ അരിയുടെ പരുവം. എന്നാൽ അത് കുഴഞ്ഞിട്ടുമില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ നോക്കണേ. സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.